ഹലോ, വെൽക്കം ബാക്ക് ടു വിനീഷ് ബ്ലോഗ്സ്. ഇന്ന് നമുക്ക് ഒരു 38 ഇഞ്ച് ക്രോസ് കട്ടിങ് ബ്ലൗസ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നോക്കാമേ. നമുക്ക് ആദ്യമായിട്ട് ബ്ലൗസ് തയ്ക്കുമ്പം ബ്ലൗസിൻ്റെ ഫ്രണ്ട് ഷേപ്പ് പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഈ അപ്പെക്സ് പോയിൻറ്റും താഴോട്ടുള്ള ഇറക്കവും, അതായത് അപ്പെക്സ് പോയിൻ്റ് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കവും മെയിനായിട്ട് വേണം. അത് നമ്മൾ ഒരു ബ്ലൗസ് കൊണ്ടുപോയി കൊടുത്തിട്ട്, ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇത്ര ഇഞ്ച് വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ ഇത് മേളിലായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പം ജെൻസ് ടൈലറൊക്കെ ആണെങ്കിൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല. അല്ലെങ്കിൽ തന്നെ ലേഡീസ് ആണെങ്കിലും അവർ പ്രത്യേകം അത് നോട്ട് ചെയ്ത് വെച്ച് തയ്ക്കുന്ന സമയത്ത്, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞായിരിക്കും തയ്ക്കുന്ന സമയത്ത് അത് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് ചെയ്യാം. കറക്റ്റായിട്ട് ഒരു ഓർമ്മയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് ചെയ്യണമെന്നില്ല. ചെയ്താലും അത് ഉദ്ദേശം വെച്ച് ചെയ്യുമ്പം അത് ശരിയാകണമെന്നില്ല. എപ്പോഴും നമുക്ക് ഒരു ബ്ലൗസ് കറക്റ്റ് മെഷർമെൻറ്റ് ബ്ലൗസ് ഇല്ലെങ്കിൽ നമ്മൾ മെഷർമെൻറ്റ് എടുത്ത് തന്നെ, അതായത് ഓരോ പോയിൻറ്റ്സും മെഷർമെൻറ്റ് എടുത്ത് തന്നെ തയ്ക്കണം. കറക്റ്റായിട്ട് നമ്മളുടെ ബോഡി മെഷർമെൻറ്റ് നോട്ട് ചെയ്ത് തന്നെ തയ്ച്ചെങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ബ്ലൗസ് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ എല്ലാവരും യുടെ കൂടെ ഇടുന്ന ബ്രായ്, അല്ലെങ്കിൽ ടീഷർട്ടിൻ്റെ കൂടെ ഇടുന്ന ബ്രായ്, പിള്ളേരൊക്കെ ആണെല്ലാം ടീഷർട്ടിൻ്റെ കൂടെ ഇടുന്ന വേറെ ടൈപ്പ് ബ്രായൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഇന്നർ വെയർ യൂസ് ചെയ്തുകൊണ്ട് ബ്ലൗസ് ധരിച്ചാൽ ബ്ലൗസിന് പെർഫെക്ഷൻ കിട്ടത്തില്ല. പണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു അക്കോബ ബ്ലൗസ്, കടയിൽ പോയി സാരി ബ്രാന്ന് തന്നെ ചോദിച്ചു വാങ്ങി ബ്രാ യൂസ് ചെയ്തെങ്കിൽ സാരിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കപ്പ് ഷേപ്പ് കിട്ടത്തുള്ളൂ. ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ബ്രായുടെ സ്ട്രാപ്പ് ടൈറ്റായിട്ട് മേളിലോട്ട് ടൈറ്റാക്കിയിട്ട് തന്നെ മെഷർമെൻറ്റ് എടുക്കണം. അതേപോലെ ഉപയോഗിക്കുന്ന ഇന്നറ് സാരി ബ്ലൗസിന് യൂസ് ചെയ്യുന്ന ഇന്നർ തന്നെ ഉപയോഗിക്കണം. ഇതൊക്കെ ഒരു ബ്ലൗസിൻ്റെ പെർഫെക്ഷനെ ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് 38 ഇഞ്ച് ക്രോസ് കട്ടിങ് ബ്ലൗസ് എന്താണ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നത് 38 ഇഞ്ച് തയ്ച്ച് കാണിക്കുന്നത്. ചെസ്റ്റ് മെഷർമെൻറ്റ് 38 ഇഞ്ചുള്ള ഒരു വ്യക്തിക്ക് ബ്ലൗസിൻ്റെ സൈസ് 42 ആയിരിക്കും. ചെസ്റ്റ് മെഷർമെൻറ്റ് പ്ലസ് 4 ഇഞ്ച് വെച്ചാണ് ലൂസ് വെച്ചാണ് 38 ഇഞ്ച് ബ്ലൗസ് തയ്ക്കുന്നത്. 38 മിക്കവാറും എല്ലാവരും ഉദ്ദേശിക്കുന്നത് അവരവരുടെ ചെസ്റ്റ് സൈസ് ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. കൂടെ ഒരു 4 ഇഞ്ച് എക്സ്ട്രാ വെക്കണം. പിന്നെ അതുപോലെ 38 ഇഞ്ച് ബ്ലൗസ് എന്ന് പറയുമ്പം സൈസിലുള്ള ബ്ലൗസുകളുടെ കപ്പ് ഷേപ്പൊക്കെ കറക്റ്റ് ആകത്തില്ല. അതിനാണ് ഞാൻ നേരത്തെ ഒരു ബ്ലൗസിൻ്റെ കപ്പ് ശരിയാകുന്നില്ല എന്ന് ചോദിച്ചിട്ട് ഒരു തമ്മിലൂടെ ഒരു ബ്ലൗസ് കുറേ നാൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കപ്പ് വെട്ടുന്നത് എങ്ങനെയാണ്, 38 ഇഞ്ച് സൈസുള്ള 38-40 ഇഞ്ചുകാർക്ക് ഫ്രണ്ട് കപ്പ് ശരിയാകുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് ഇട്ടതിൽ കപ്പ് വെട്ടാൻ ഇച്ചിരി സ്പെഷ്യൽ വേറെ ടൈപ്പിലൊക്കെ വെട്ടി കാണിച്ചായിരുന്നു. എക്സ്ട്രാ തുണിയിട്ട് വെട്ടി കാണിച്ചായിരുന്നു. അത് ഇറക്കത്തിലൊന്നുമല്ല, സൈഡിലോട്ട്. അങ്ങനെ ഒരു കസ്റ്റമർക്ക് വെട്ടി തയ്ച്ചു കൊടുത്ത് അവർക്ക് പ്രോബ്ലമേ മാറിപ്പോയി. ഇപ്പോൾ അത് നോർമൽ കട്ടിങ് ആണെങ്കിൽ മാത്രമാണ് ആ പരിഷ്കാരമൊക്കെ അതിൽ വരുത്താനൊക്കത്തുള്ളൂ. ക്രോസ് കട്ടിങ് ആണെങ്കിൽ അതിനൊന്നും ആവശ്യമില്ല. ക്രോസ് കട്ടിങ് ബ്ലൗസ് നമ്മൾ കറക്റ്റ് അളവെടുത്ത് തയ്ച്ചാൽ തന്നെ അത് തുണിക്ക് തന്നെ ഒരു ഇലാസ്റ്റിസിറ്റി ഉണ്ടല്ലോ, ക്രോസിൽ വെട്ടിയിരിക്കുന്ന കാരണം അത് കറക്റ്റായിട്ട് അങ്ങ് ഷേപ്പിൽ നീറ്റായിട്ട് വന്നോളൂ. പിന്നെ അപ്പോൾ നമുക്ക് ഞാൻ വരച്ച് കാണിച്ച് പെട്ടെന്ന് അന്ന് ഞാൻ കാണിച്ചതാണല്ലോ, പെട്ടെന്നൊരു മാർക്കിംഗ് കാണിച്ചിട്ട് തുണിയിലോട്ട് പോകാം. തുണിയിൽ ക്രോസ് കട്ടിങ് ഇട്ട് തുണിയിൽ ക്രോസ് ആയിട്ടിട്ട് വെട്ടിയെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് നമുക്ക് അന്ന് ഞാൻ കൈ കാണിച്ചില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ മാർക്കിങ്ങിലോട്ട് പോകാം. ബെൽറ്റും പഴയ വീഡിയോയിൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആദ്യമേ കൈ അങ്ങ് മാർക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ബാക്ക് വെട്ടിയെടുക്കണം, പിന്നെ നമ്മൾ കൈ വെട്ടിയെടുക്കണം. അതിനുശേഷം സെൻറ്ററിൽ എക്സ്ട്രാ വരുന്നത് കൊണ്ടാണ് നമ്മൾ ഫ്രണ്ടും ബെൽറ്റും വെട്ടുന്നത്. പിന്നെ അതിൻ്റെ ബാക്കി കൊണ്ടാണ് നമ്മൾ അല്ലാതുള്ള ചെറിയ ചെറിയ പീസുകൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇന്ന് ഞാനിപ്പോൾ ആദ്യം ഇവിടുന്ന് കൈ വെട്ടി കാണിക്കാം. കൈ കട്ട് ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ 11 ഇഞ്ച് കൈ വേണമെന്ന്. 11 ഇഞ്ച് കൈയാണ് ഞാൻ വെക്കാറ്. ഇപ്പോൾ ഇതാണ് ഫോൾഡ്. ഇത് കട്ട് ടു 2 പീസ് കട്ട് ചെയ്യണമെന്നാണ് ഈ കട്ട് ടു എന്നുള്ളതിൻ്റെ അർത്ഥം. 2 പീസ് കട്ട് ചെയ്യണമെന്നാണ്. അതേപോലെ തുണി സ്ട്രെയിറ്റ് ഗ്രെയിൻ, അതായത് കര മേളോട്ട് ഇങ്ങനെ പോകുന്ന സൈഡിൽ നിന്ന് വേണം കട്ട് ചെയ്തെടുക്കാൻ എന്നർത്ഥം. തുണിയുടെ കരഭാഗം ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് വരുന്ന ആ സൈഡാണ് നമ്മൾ അവിടെ നിന്നാണ് തുണി ഇങ്ങനെ മടിച്ചിട്ട് കട്ട് ചെയ്യേണ്ടത്. ഈ കട്ട് ടു എന്ന് എഴുതിയേക്കുന്നത് ഫോൾഡും അതേപോലെ 2 ഫോൾഡ് കൊടുക്കണം. ഇവിടെ
ഒരു ഫോൾഡ് ഓൾറെഡി അതിലുണ്ടാവും. അത് കഴിഞ്ഞ് വേറൊരു ഫോൾഡ് കൂടെ കൊടുത്തെങ്കിൽ നമുക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കാനും പറ്റുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇത് കൈ കട്ട് ചെയ്യാൻ നമുക്കിപ്പോൾ മെഷർമെൻറ്റ് വേണമല്ലോ. ഞാൻ കൈയുടെ ചുറ്റളവും നമുക്കറിയാം, കൈയുടെ ഇറക്കവും നമുക്കറിയാം. ഇറക്കം ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ചല്ലേ. ഞാനിപ്പോൾ ഇതിൽ 11, 10, 11 വെക്കും. 11 വെക്കാം. ഇതിലെ തുണി ഒരുപാട് വലിയ എടുക്കുന്നത്, അപ്പോൾ 11 ഇഞ്ച് വെച്ചേക്കാം. 11 ഇഞ്ച് ഇറക്കം വെക്കുന്നു. കൈ ചുറ്റളവ് എനിക്ക് 11.5 വേണ്ടുന്നത്, അല്ലെങ്കിൽ 11 കൈ ചുറ്റളവ്. അത് നമുക്ക് ബോഡിയിൽ നിന്ന് എടുക്കാം. പക്ഷേ നമുക്ക് ഈ ആംഹോളിൻ്റെ ഇറക്കം ഉണ്ടല്ലോ, ആംഹോളിൻ്റെ ഇറക്കം, അത് നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. ആംഹോളിൻ്റെ ഈ ആംഹോളിൻ്റെ ഇറക്കം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10 ആണ്. 39 ആണ് എൻ്റെ ചെസ്റ്റ് അളവ്. 39 ഡിവൈഡഡ് ബൈ 10 3.9. 3.9 ആയിരിക്കണം ഇതിൻ്റെ ആംഹോളിൻ്റെ ഇറക്കം. 3.9 ഇതാണ് ആംഹോളിൻ്റെ ഇറക്കം. കൈ വെട്ടുമ്പോൾ ആംഹോളിൻ്റെ ഇറക്കം എടുക്കേണ്ടത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10. അവരവരുടെ ചെസ്റ്റ് അതിനെ ഡിവൈഡഡ് ബൈ 10 ചെയ്താലാണ് ആംഹോളിൻ്റെ ഇറക്കം. ഈ ചെറിയ കൈയൊക്കെ ആണെങ്കിൽ -1/2 ഇഞ്ച് വെക്കണം. ഒരു 6 ഇഞ്ച് 7 ഇഞ്ച് വരെയുള്ള കൈ ആണെങ്കിൽ ഇതിനെക്കാട്ടി -1/2 ഇഞ്ച് വെക്കണം. അതായത് ഒരു 3.25 ഇഞ്ച്, 3 to 3.25 ഇഞ്ച് മതിയായിരിക്കും സാധാരണ അളവിൽ. ഒത്തിരി വണ്ണമുള്ളവർക്ക് അതിനനുസരിച്ച്. ഇപ്പം നമ്മളിപ്പം 39 ഇഞ്ച് ചെസ്റ്റിൻ്റെ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 38 ഇഞ്ച് 39 ഇഞ്ച് ഏകദേശം ഒരുപോലെ 4 ഇഞ്ച് ഡിഫറൻസ് മൊത്തം സ്റ്റിച്ചിങ്ങിൽ വരത്തുള്ളൂ. എന്നിട്ട് ഒരു 2 ഇഞ്ച്, സാധാരണ 1.5 to 2 ഇഞ്ച് വരെ ഇവിടുന്ന് സ്ട്രെയിറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട്, എനിക്ക് ആംഹോളിൻ്റെ അളവ് എങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ആംഹോളിൻ്റെ അളവ് എടുക്കുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് -1 ഇഞ്ച്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 -1 ഇഞ്ച്. ചെസ്റ്റ് 39 ഡിവൈഡഡ് ബൈ 4 ഈസ് ഇക്വൽ ടു 9.75 9.75. -1 ഇഞ്ചാണ് നമ്മൾക്ക് നമ്മുടെ ആംഹോൾ വേണ്ടത്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 -1 ഇഞ്ച്. ചെസ്റ്റ് 30 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 4 -1 ഇഞ്ച്. ചെസ്റ്റ് 38 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 4 -1 ഇഞ്ച്. ചെസ്റ്റ് 40 ആണെങ്കിൽ ഡിവൈഡഡ് ബൈ 4 -1 ഇഞ്ച്. അതാണ് 40 ഇഞ്ച് ചെസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കിന് 40 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 10. 10 -1 ഇഞ്ച് 9. അവർക്ക് ആംഹോൾ മിക്കവാറും 18 ഇഞ്ച് ഉണ്ടാവും. അതാണ് 40 ഇഞ്ച് ചെസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ബ്ലൗസ് തയ്ക്കുമ്പോൾ 44 ഇഞ്ച് ആകും ചെസ്റ്റിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇത് എനിക്കിപ്പോൾ ഇവിടെ വേണ്ടുന്നത് 8.75, 9.75 -1 8.75 ആകുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ വന്ന് ഈ ലൈനിലോട്ട് വന്ന് ഇങ്ങനെയാണ് നമ്മുടെ കൈ വരുന്നത്. കണ്ടോ? ഇവിടെ വരുമ്പോൾ എനിക്ക് വേണ്ടുന്നത് എൻ്റെ കൈയുടെ ചുറ്റളവ് ഡിവൈഡഡ് ബൈ 2. എനിക്ക് കൈയുടെ ചുറ്റളവ് 12 ഉണ്ടെന്ന് വെക്കുക. ഞാൻ അളന്നില്ല, 12 ഉണ്ടെന്ന് വെക്കുക. സ്ലീവ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2. 12 എന്ന് പറയുന്നത് എൻ്റെ അളവാണ്, അത് ഓരോരുത്തരുടെ അളവ്. സ്ലീവ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എനിക്ക് 12 ഡിവൈഡഡ് ബൈ 2 ഈസ് 6. ഇവിടെ 6 ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുക. ഇതാണ് നമ്മുടെ കൈ. എന്നിട്ട് ഇതിൽ നമുക്ക് ഫ്രണ്ട് വെട്ടാനായിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു 3/4 ഇഞ്ച് ഫ്രണ്ടിലോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരണം. ഒരു S ഷേപ്പിൽ ഇങ്ങനെ. ഇതാണ് കൈ. കണ്ടുപിടിക്കാനായിട്ട് കൈയുടെ നീളം നമ്മുടെ ഇഷ്ടത്തിനാണ്. കൈയുടെ നീളം, കൈയുടെ ചുറ്റളവ് നമ്മുടെ കൈയുടെ ചുറ്റളവിൻ്റെ പകുതി. ആംഹോളാണ് മെയിനായിട്ട്. ഒരു ബ്ലൗസിൻ്റെ പ്രത്യേകിച്ച് ഒരു അഴകെന്ന് പറഞ്ഞാൽ ആംഹോളൊക്കെ നന്നായിട്ട് നിൽക്കുകയാണ്. ആംഹോൾ നമുക്ക് ഫിറ്റായിരിക്കണം. ടൈറ്റ് ആകാനും പാടില്ല, ലൂസാകാനും പാടില്ല. ലൂസായാലും ഇങ്ങനെ തള്ളി നിൽക്കും, ലൂസാകാനും പാടില്ല. ആംഹോൾ ഫിറ്റ് ആംഹോളായിരിക്കണം. അപ്പോൾ ആംഹോൾ കണ്ടുപിടിക്കുന്നത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 -1 ഇഞ്ച്. നമ്മളുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 -1 ഇഞ്ചാണ് നമ്മുടെ ആംഹോൾ. ഇനി ഇതിൽ കൈയുടെ പണി നമുക്ക് കഴിഞ്ഞു. പെട്ടെന്ന് കൈ വിട്ടാൽ പറ്റുന്നത്. കൈ ഈസിയാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിലാണ് നമുക്ക് എല്ലാ മെഷർമെൻറ്റും ബാക്കിലാണ് വരുന്നത്. ബാക്കാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ വിചാരിക്കും ഫ്രണ്ടിലാണ് ടക്കും ഒക്കെ ഉള്ള ഫ്രണ്ടാണെന്നല്ല, ഫ്രണ്ടല്ല, ബാക്കാണ് ഒരു ബ്ലൗസിൻ്റെ മെഷർമെൻറ്റ് നിശ്ചയിക്കുന്നത്.
അപ്പോൾ ബാക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ വെട്ടിയെടുക്കണം. ഇപ്പോൾ ഞാൻ ബാക്കിലോട്ട് പോവാണേ. ഇത് ഫോൾഡാണ്, ഇത് 1, ഇത് സ്ട്രെയിറ്റ് ലൈൻ. എല്ലാ തുണിയും സ്ട്രെയിറ്റ് ലൈനിൽ വേണം വെട്ടിയെടുക്കാൻ. ഷോൾഡറിന് മുമ്പ് ആദ്യം നമുക്ക് വേണ്ടുന്ന ഹൈറ്റാണ്. ഇപ്പം എനിക്കിതിനകത്ത് 14 ഇഞ്ച് ഹൈറ്റാണ് വേണ്ടുന്നത്, 14 ഇഞ്ച്. അത് കഴിഞ്ഞ് ഷോൾഡർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6. ഷോൾഡർ ഈസ് ഈക്വൽ ടു ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6. ഈസ് ഈക്വൽ ടു ചെസ്റ്റ് എത്രയാ? 39 ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു 6.3 ആണ് നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത്. ഇപ്പം എനിക്കിവിടെ ഷോൾഡർ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ഈസ് ഈക്വൽ ടു ഷോൾഡർ മെഷർമെൻറ്റ്. അപ്പം ഷോൾഡർ മെഷർമെൻറ്റ് ചെസ്റ്റ് വന്ന് 39 ഡിവൈഡഡ് ബൈ 6.3. 6.3 ആണ് ഒരു ബ്ലൗസിൻ്റെ അവരവരുടെ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ്. ഇപ്പം ഈ അളവ് ഒരു 8 ഇഞ്ച് വരെ നമുക്ക് വെക്കാൻ പാടുള്ളൂ. അതിന് താഴോട്ട് വെച്ചാൽ ഇത് നെക്ക് ഫോളാകും, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് 4 ഇഞ്ച്, ഞാൻ 9 ഇഞ്ചാണ് കഴുത്തി വെക്കുന്നത്, 9 ഇഞ്ച്. അപ്പം അതിൽ നിന്ന് 4 ഇഞ്ച് കുറയ്ക്കണം. അപ്പോൾ എത്രയായി? 6 ഇഞ്ചായി. 6 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ മെഷർമെൻറ്റ്, 6 ഇഞ്ച്. അതായത് നെക്ക് 8 ഇഞ്ച് വരെയാണെങ്കിൽ ഈ മെഷർമെൻ്റാണ് നമ്മൾ വെക്കേണ്ടത്. 8-ന് താഴോട്ടാണ് വരുമ്പോൾ ഓരോ ഇഞ്ചിനും നമ്മൾ 4 ഇഞ്ച് വീതം കുറച്ചുകൊണ്ട് വരും. ഇത് 10 ആണെങ്കിൽ, ഞാൻ നെക്ക് 10 വെക്കുന്നെങ്കിൽ 5.25 ആകും. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഇതിൽ 8 ഇഞ്ച് വരെ നമ്മൾ ഈ 6.3 എന്ന് പറയുമ്പോൾ 6.25 വെക്കാം, 6.25 വെക്കാം. 8-ന് 1 ഇഞ്ച് കൂടുതലാകുമ്പോൾ നമ്മൾ 6 വെക്കണം. 2 ഇഞ്ച് കൂടുതലാകുമ്പോൾ നമ്മൾ 5.25 വെക്കണം. 3 ഇഞ്ച് കൂടുതലാകുമ്പോൾ നമ്മൾ 5.5 വെക്കണം. ഇങ്ങനെ കുറച്ചുകൊണ്ട് വരണം. നെക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് കുറച്ചുകൊണ്ട് വരണം. അപ്പോഴേ നമുക്ക് നെക്ക് ഫോൾ ആകാതെ കംപ്ലീറ്റ് ഫിറ്റായിട്ടൊരു ബ്ലൗസ് കിട്ടത്തുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത് നമുക്ക് നെക്ക് മെഷർമെൻറ്റ് കണ്ടുപിടിക്കണം. നെക്ക് മെഷർമെൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നെക്ക് ചെസ്റ്റ് ബൈ 12. നെക്ക് മെഷർമെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നെക്ക് ഈസ് ഇക്വൽ ടു ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 മൈനസ് 4 ഇഞ്ചാണ്. ചെസ്റ്റ് അളവിനെ, അതായത് എൻ്റെ 39 ഇഞ്ചിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 ഇഞ്ച് മൈനസ് ചെയ്താൽ ചെസ്റ്റ് അളവിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 ഇഞ്ച് മൈനസ് ചെയ്യുന്നതാണ് നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്ത്. നെക്ക് വിഡ്ത്ത് എനിക്കിപ്പം 39 ഇഞ്ചാണ്. ഡിവൈഡഡ് ബൈ 12 ഈസ് ഈക്വൽ ടു എത്ര വരും? 3.3 വരും. 3.3 ആണ് 39 ഡിവൈഡഡ് ബൈ 12 മൈനസ് 4 ഇഞ്ച്. അപ്പോൾ 3 ഇഞ്ചാണ് എൻ്റെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് നെക്ക് വിഡ്ത്ത് വേണമെങ്കിൽ അതിൽ നിന്ന് 4 ഇഞ്ച് കുറച്ച് 2.25 ഇഞ്ചായിട്ട് ഞാനിവിടെ എടുക്കണം. 2.25 ഇഞ്ച് എടുത്താലാണ് നമ്മൾക്ക് തയ്ച്ച് വരുമ്പോൾ 4 ഇഞ്ച് തയ്ക്കാൻ വേണമല്ലോ. തയ്ച്ച് വരുമ്പോൾ നമുക്ക് 3 ഇഞ്ച് നെക്ക് കിട്ടുന്നത്. നെക്ക് എടുക്കുമ്പം ഇവിടെ 2.25 എടുത്താൽ ഞാനിവിടെ 3 ഇഞ്ച് എടുക്കും. എന്നിട്ട് അതിനകത്തു നിന്നാണ് ഇങ്ങനെ വരച്ചെടുക്കുന്നത്. ചിലർ ഇവിടെ ആ 2.25 തന്നെ എടുത്തിട്ട് വരയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇച്ചിരി അകത്തോട്ട് എടുത്ത് ഷേപ്പ് ചെയ്തെടുക്കും. എങ്ങനെയായാലും ഒന്ന് തന്നെയാണ്. അടുത്തത് നമുക്ക് ആംഹോളിൻ്റെ ഇറക്കം, ആംഹോൾ ഹൈറ്റ് കണ്ടുപിടിക്കണം. ആംഹോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു ചെസ്റ്റ് by 6 is equal to 6.3. 39 divided by 6 ആണ്. അതായത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ് ആം ഹോളിൻ്റെ ഹൈറ്റ്. അതായത് നമ്മൾ ഷോൾഡർ എടുത്തതും അതേ സെയിം തന്നെയാണ്. ഷോൾഡറിൻ്റെ അതേ ഹൈറ്റ് തന്നെ, അതേ അളവ് തന്നെയായിരിക്കും ആം ഹോളിൻ്റെ ഇറക്കവും. ഓക്കെ, അവിടെ നമ്മൾ ആം ഹോളിൻ്റെ ഇറക്കത്തിൻ്റെ അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ഒരു വരയും കൊടുക്കണം. ഇവിടെയാണ് നമ്മളുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് വരുന്നത്.
ചെസ്റ്റ് മെഷർമെന്റ് എടുക്കുക. പലരും ചോദിച്ചു എന്താ ചെസ്റ്റിൻ മെഷർമെന്റ് എടുക്കാതെ ബസ്റ്റ് മെഷർമെന്റ് എടുക്കുന്നത്. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും വരുന്നത്. ബസ്റ്റ് മെഷർമെന്റ് ആയിരിക്കും കറക്റ്റ് ഫിറ്റിങ്ങിൽ കിട്ടുക. നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെ അളവായിരിക്കും. ചിലർക്ക് ബസ്റ്റ് കൂടുതലുണ്ടാവും, അപ്പെക്സ് പോയിന്റ് ചിലപ്പം ഇറങ്ങിയായിരിക്കും അല്ലെങ്കിൽ കയറിയായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ചില വ്യത്യാസങ്ങൾ വരും. അപ്പം ബസ്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും എപ്പോഴും നല്ല. ചെസ്റ്റ് എടുക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ആണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പം ഞാൻ എടുക്കുന്നത് ബസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എല്ലാ ബ്ലൗസിനും ബസ്റ്റ് മെഷർമെൻ്റ് ആണ് എടുക്കുന്നത്. കാരണം എനിക്കതാണ് കറക്റ്റായിട്ട് ഫിറ്റിംഗ് ആയിട്ട് കസ്റ്റമർക്ക് ഞാൻ കൊടുക്കുമ്പോൾ ഒരു ഫിറ്റിംഗ് കിട്ടുന്നത് അതിലാണ്. ചെസ്റ്റിനെക്കാട്ടിൽ എനിക്ക് ഇച്ചിരി കൂടെ വൃത്തിയായിട്ട് ബ്ലൗസ് ഇരിക്കുന്നത് ബസ്റ്റ് മെഷർമെൻറ്റാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ബസ്റ്റ്. പക്ഷേ ചെസ്റ്റ് മെഷർമെൻറ്റ് ബ്ലൗസ് തയ്ക്കാൻ അത്യാവശ്യമാണ്. എല്ലാ അളവുകളും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെസ്റ്റിലിരുന്നാണ്. ബസ്റ്റിൻ്റെ ഫ്രണ്ട് സൈഡിലെ പാർട്ടുകൾ വരുമ്പോഴാണ് മെയിനായിട്ട് ബസ്റ്റ് മെഷർമെൻറ്റ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഒരു ബ്ലൗസിൻ്റെ പുറത്ത് വരെ ബാക്ക് സൈഡിലാണ് നമ്മുടെ മുക്കാലിലും മെഷർമെൻ്റ് എല്ലാം ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനിലാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ ഞാൻ ബസ്റ്റ് മെഷർമെൻറ്റ് തന്നെ എടുക്കുകയാണ്. ബസ്റ്റ് എനിക്ക് 40 ആണ്. അപ്പം 40 + 2 ഡിവൈഡഡ് ബൈ 4, അതായത് 42 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 10.5. ഇതാണ് എൻ്റെ ബസ്റ്റ് മെഷർമെൻറ്റ്, 10.5. അതായത് 40 + 2 ഡിവൈഡഡ് ബൈ 4, 40 ഈസ് ഈക്വൽ ടു 42 ഡിവൈഡഡ് ബൈ 4, 10.5. മനസ്സിലായല്ലോ? ആണ് എൻ്റെ ബസ്റ്റ് മെഷർമെൻറ്റ് ഇവിടെ വരും. അടുത്തത് ഹിപ്പ് മെഷർമെൻറ്റ്. ഹിപ്പ് മെഷർമെൻറ്റ് എനിക്ക് 34 ആണ്. 34 ഡിവൈഡഡ് ബൈ 4, 8.5. ഇതാണ് ബ്ലൗസിൻ്റെ ഇത്. ഇനി വരുന്ന ആം ഹോളാണ് വേണ്ടത്. ആം ഹോളിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 - 1 ഇഞ്ചാണ് ആം ഹോൾ. അതായത് 9.25 വന്നു, -1 ഇഞ്ച് 8.25. 8.25 എനിക്ക് അളവെടുത്താലും എൻ്റെ മെഷർമെൻറ്റ് 17 ഇഞ്ച് 17.5 ഇഞ്ചാണ് വരാറ്. അപ്പം അതായിരിക്കണം ഇവിടുത്തെ നമ്മളുടെ മെഷർമെൻറ്റ്. ഇവിടുന്ന് 1.5 ഇഞ്ചാണ് ഞാൻ ഗ്യാപ്പ് വെക്കുന്നത്. ഇവിടുന്ന് 2.5 ഇഞ്ച്, ചിലപ്പോൾ 3 ഇഞ്ച് വരെ വെക്കും ഇങ്ങനെ. അപ്പോൾ ഓരോരുത്തർക്കും എങ്ങനെയാണ് അത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ, പിന്നെ ചിലർക്ക് ഇച്ചിരി മേളിലോട്ട് എടുത്താലായിരിക്കും അമ്പോൾ കറക്റ്റ് വരുന്നത്, ചിലർക്ക് ചിലപ്പോൾ താഴോട്ട് എടുത്താലായിരിക്കും അമ്പോൾ കറക്റ്റ് വരുന്നത്. അതിനനുസരിച്ചാണ് ഞാൻ ഇവിടെ ചേഞ്ചസ് വരുത്തുന്നത്. എൻ്റെ ബ്ലൗസിൽ ചിലപ്പോൾ 1.5 എടുക്കത്തുള്ളൂ, ചില സമയത്ത് 2 എടുക്കേണ്ടി വരും. ഒരു 1/4 ഇഞ്ച് ചിലപ്പോൾ 1.25, 2 ഒക്കെ എടുക്കേണ്ടിയും വരും ചിലപ്പോൾ. ഇപ്പം നമുക്ക് ഫ്രണ്ട് വെട്ടിയെടുക്കാം. ഫ്രണ്ട് വെട്ടിയെടുക്കാൻ ക്രോസ് കട്ടിങ്ങിലാണ് നമ്മൾ വെട്ടുന്നത്. അപ്പം തുണി ക്രോസ് ആയിട്ട് ഇടണം. എന്നിട്ട് നെക്ക്, ആം ഹോൾ, ഇതൊരു ലൈൻ, ഇതൊരു ലൈൻ. ഫസ്റ്റ് നമുക്ക് നമ്മുടെ അപ്പെക്സ് പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പെക്സ് പോയിന്റ് എനിക്ക് 11 ഇഞ്ചാണ്. 11 ഇഞ്ചാണ്. അണ്ടർ ബ്രസ്റ്റിൻ്റെ ലെങ്ത് 13.5 ഇഞ്ചാണ്. ഓക്കെ. ഇപ്പം നമ്മൾ എടുക്കുമ്പം 1/2 ഇഞ്ച് ചേർത്തെടുക്കണം. ഇത് കാൽക്കുലേഷൻ അന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഈ ചെസ്റ്റിൻ്റെ കാൽക്കുലേഷൻ വെച്ച് നോക്കിയാൽ 9.25 അത്രയൊക്കെ വരത്തുള്ളൂ. പക്ഷേ അത് ചെറുപ്പക്കാർക്ക് പിള്ളേരാണ്. എനിക്കൊക്കെ അത്രയും പറ്റത്തില്ല. ബ്രസ്റ്റിൻ്റെ ഇറക്കം ഉള്ളതുകൊണ്ട് നമ്മൾ മെഷർമെൻറ്റ് നമ്മുടെ ബോഡിയിൽ നിന്നുള്ള മെഷർമെൻറ്റ് തന്നെ വെക്കണം. മനസ്സിലായല്ലോ? നമ്മുടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ 13.5 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. 13.5 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തു. ഇനി നമുക്ക് അപ്പെക്സ് പോയിന്റ് സെൻറ്റർ കണ്ടുപിടിക്കണം, മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. നമുക്ക് അപ്പെക്സ് പോയിന്റിന്റെ സെൻറ്റർ ഡാറ്റ് കണ്ടുപിടിക്കണം. സെൻറ്റർ ഡാറ്റ് കണ്ടുപിടിക്കാനായിട്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 10, 39 ഡിവൈഡഡ് ബൈ 10, അതായത് 3.9.
3.9 ആണ് നമ്മുടെ അപ്പെക്സ് പോയിന്റ്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം 3.9. അതെവിടോ അവിടെയാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, ഇവിടുന്നും ഇങ്ങോട്ടുള്ള ദൂരം 3.9. ഇതായിരിക്കണം നമ്മുടെ അപ്പെക്സ് പോയിന്റ്. ഇതാണ് നമ്മുടെ ഡാട്ട്. ഇത് ഇങ്ങോട്ട് മാറിപ്പോയാൽ ഇങ്ങോട്ട് കപ്പിരിക്കും, ഇങ്ങോട്ട് മാറിപ്പോയാൽ ഇങ്ങനെ ഷോൾഡറിൻ്റെ അവിടോട്ട് കപ്പ് വന്നിരിക്കും. കപ്പിന് കറക്റ്റ് ഷേപ്പ് കിട്ടത്തില്ല. ഇവിടെ നിന്ന് എനിക്ക് 3 ഇഞ്ചാണ് ഞാൻ ഡാട്ട് പിടിക്കുന്നത്. 1.5 ഇഞ്ച് ഇങ്ങോട്ടും 1.5 ഇഞ്ച് ഇങ്ങോട്ടും. ഇതാണ് നമ്മളുടെ മെയിൻ ഡാട്ട്. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് ദൂരം ഇങ്ങോട്ട് വെച്ച് ഇവിടുന്ന് ഒരു ടക്ക് ഇങ്ങനെ പിടിച്ചാൽ ഇത് സെൻട്രൽ ടക്കായി. ഈ ആം ഹോളിൻ്റെ അവിടുന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ ഒരു ടക്ക്. ഇതാണ് നമ്മളുടെ കപ്പിൻ്റെ ഷേപ്പ്. മനസ്സിലായല്ലോ? ഈ ടക്കും 1/2 ഇഞ്ച്, അതായത് സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ട് 1/4 ഇഞ്ച് ഇങ്ങോട്ട് 1/4 ഇഞ്ച്. ഇവിടെ അതേപോലെ സെൻട്രലിൽ നിന്ന് ഇങ്ങോട്ടൊരു 1/4 ഇഞ്ച് ഇങ്ങോട്ടൊരു 1/4 ഇഞ്ച്. ഇതാണ് ഈ ടക്കിൻ്റെ വിഡ്ത്ത്. ഇവിടെ നിന്ന് ഈ സെൻട്രൽ ഡാട്ടിലിരുന്ന് 1.5 ഇഞ്ച് ഡിസ്റ്റൻസ്. ഇവിടെ മിനിമം 1.5, 1.25 കൂടെ ആകാം. ഈ ടക്കിന് ഞാൻ വെക്കുന്നത് 2.25 ഇഞ്ചാണ്. വലിയ ബ്ലൗസൊക്കെ ആണെങ്കിൽ 3 വെക്കും. എന്നിട്ട് ഇവിടെ നമ്മൾ മേളിലോട്ട് ഒരു 1 ഇഞ്ച്, ഇവിടെ നമ്മൾ മേളിലോട്ട് ഒരു 1.5 ഇഞ്ച്. ബ്ലൗസിൻ്റെ ഫ്രണ്ട് കഴിഞ്ഞു. അടുത്തത് ബെൽറ്റ്. ബെൽറ്റ് എങ്ങനെയാണ് ഞാൻ തുണിയിൽ വെട്ടുമ്പോൾ കാണിക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെട്ടിയെടുക്കാമേ. ഞാൻ തുണി എല്ലാം വെട്ടി കറക്റ്റാക്കിയിട്ട് 1/4 ഇഞ്ച് തുണി എടുത്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ലൈനിങ് ജോയിൻ ചെയ്യാനുള്ളത്. ഞാനിപ്പം 11 ഇഞ്ചാണ് കൈ വെക്കുന്നത്. 11 ഇഞ്ച്, ഇവിടെ ഒരു 11 ഇഞ്ച് എടുത്തു. അവിടുന്ന് നമ്മൾ 3.9 ആണ് നമ്മളുടെ കൈയുടെ ഇറക്കം കിട്ടിയത്. ഞാൻ 3.75 എടുക്കുവാണേ. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് സ്ട്രെയിറ്റിലെടുത്തു. ആം ഹോൾ നമുക്ക് 17 ഇഞ്ചാണ് വേണ്ടുന്നത്. 6.5, 6.25 ഇഞ്ച്, 6.25, 17.5, 6.25. ഇവിടെ ഞാൻ 6 ഇഞ്ച് എടുക്കുക. സെൻറ്ററിലൊരു ഇത് കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വളച്ചിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചാൽ കൈയുടെ പണി കഴിഞ്ഞു. കൈ വെട്ടിയാൽ ഇവിടെ വിരിച്ചിട്ടിട്ട് ഇവിടുന്ന് നമ്മൾ ഒരു 3/4 ഇഞ്ച് ഫ്രണ്ടിൽ നിന്ന് ഇതിനെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ കൊണ്ടുവരണം. കണ്ടോ? ഇതിൻ്റെ ഷേപ്പ് കണ്ടോ എങ്ങനെയാണ്? ഈ വെട്ടിയ പീസിൻ്റെ ഷേപ്പ് കണ്ടോ? കണ്ടോ? ഇതാ കൈ വെട്ടി കഴിയുമ്പോൾ ഇങ്ങനെ വേണം. എന്നിട്ട് നമുക്ക് അടുത്തത് ബാക്ക്. എന്നിട്ട് അവിടെ ഇതുപോലെ 1/4 ഇഞ്ച് തുണി നമുക്ക് തുണി അറ്റാച്ച് ചെയ്യാൻ വേണം. 14 ഇഞ്ചാണ് നമ്മുടെ ബാക്കിൻ്റെ ഹൈറ്റ്. 14. സ്ട്രെയിറ്റ് 2 ലൈന്. നമ്മൾ 9 ഇഞ്ചാണ് നെക്ക് വെക്കുന്നത്. അതുകൊണ്ട് 6 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ വിഡ്ത്ത്. ഇവിടുന്ന് അതേപോലെ 6 ഇഞ്ച് എടുക്കുക. എനിക്ക് ബസ്റ്റ് മെഷർമെൻറ്റ് 40 + 2 42 / 4 10.5. നെക്ക് 2.25. ഇവിടുന്ന് 9 ഇഞ്ച് മാർക്ക് ചെയ്തോ? പെട്ടെന്ന് ഇതെല്ലാം ടക്കാന്ന് വരയ്ക്കുക. ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ട്, 1/4 അരയോ അവരവരുടെ സൗകര്യം. ഇതാ ഇങ്ങനെ വെച്ചിട്ട് വരച്ചു. ഇവിടെ സ്ട്രെയിറ്റ്, ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് ആയിരിക്കണം. വരച്ചു. ഇവിടെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് എപ്പോഴും എടുക്കുന്നത്. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കും, ഇവിടുന്ന് ഒരു 2 ഇഞ്ച് എടുക്കും ഞാൻ. എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ അങ്ങും
1 2 3 4 5 6 7 8.25. നമുക്കിത് വെച്ച് നോക്കാം. ഇതാ ഈ താഴത്തെ ലൈനിൽ നിന്ന് വേണം വെക്കാൻ. ഇതാ ഇതിങ്ങനെ വെച്ചാൽ കറക്റ്റ് ഇങ്ങനെ വെച്ച് ഇത് നോക്കിയേ, ഈ ലൈനും ഒന്നിച്ച് വന്നേ കണ്ടോ? ഇങ്ങോട്ട് വെച്ച് കാണിക്കണം. ഇതാണ് നമ്മളുടെ നോച്ച്. ഇവിടുന്ന് കറക്റ്റ് ഇവിടുന്ന് വെച്ചിട്ട് ഇങ്ങനെ ഈ ലൈനിലോട്ട് നമ്മളിങ്ങനെ കറക്കിക്കൊണ്ട് വരണം. കണ്ടോ? ഇവിടെ വരുമ്പോൾ കറക്റ്റായിട്ട് വന്ന് നിൽക്കും. മനസ്സിലായോ? ഇപ്പോൾ ഇത് നമുക്ക് വെട്ടിയെടുക്കാം. ഇപ്പം നമുക്ക് ഇത്ര തുണിയേ ഉള്ളൂ മിച്ചം. ഈ തുണിയിലാണ് നമ്മൾ ഫ്രണ്ടും നമ്മളുടെ ബെൽറ്റും വെട്ടേണ്ടത്. ഇതിൽ ഇപ്പം ഇരിക്കുന്ന തുണി കൊണ്ട് നമ്മൾ വെട്ടണം. നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ഇതിൽ നടക്കണം. ഇതാ ഇതിനെ എടുത്ത് ക്രോസ് പീസാണ് നമ്മൾ വെട്ടുന്നത്. ഈ ക്രോസിലിങ്ങനെ പോകുന്നില്ലേ, അതിനനുസരിച്ച് കറക്റ്റായിട്ട് നമുക്ക് എത്രയും തുണി നമ്മുടെ ആവശ്യമുണ്ടോ അവിടെ വെച്ച് വെക്കണം. ഇനി മേളിലോട്ട് പോയാൽ തുണിയില്ല. ഇവിടെ കറക്റ്റ് നമ്മുടെ ഷോൾഡർ എവിടെ ഫിറ്റ് ആകുന്നോ അവിടെ കൊണ്ടുവന്ന് വെക്കണം. കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പോൾ നമുക്കിതിന് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം. ഇതാണ് നമ്മളുടെ ഔട്ട്ലൈൻ. ഫസ്റ്റ് തന്നെ നമുക്ക് നെക്കിൻ്റെ ഇവിടെ, ഞാൻ ബോർഡിൽ അതാണ് ഇന്നും കാണിച്ചില്ലായിരുന്നു, മറന്നുപോയതാണ്. നെക്കിൻ്റെ ഇവിടെ നമ്മൾ 4 ഇഞ്ച് വെട്ടിക്കളയണം. പിന്നെ നമുക്ക് അടുത്തത് എടുക്കേണ്ടത് കഴുത്തിൻ്റെ ഇറക്കമാണ്. കഴുത്തിൻ്റെ ഇറക്കം എനിക്ക് 6.5 ഇഞ്ച് വേണം. 6.5 ഇഞ്ച്. എന്നിട്ട് ഈ 6.5 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം. കൊടുത്തിട്ട് ആദ്യം ഇവിടെ നിന്ന് നമ്മളൊരു 1/4 to 1/2 ഇഞ്ച്, 1/4 മുതൽ 1/2 ഇഞ്ച് വരെ ഇവിടെയും വെട്ടിക്കളയണം. എന്നിട്ട് നമ്മൾ ഇതിനെ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ കട്ട് ചെയ്ത അടുത്തു നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ട് വെക്കും. നമ്മൾ നെക്ക് 2.25 എടുത്തേക്കുന്നത്, 3 ഇഞ്ച് ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് ഇതും ജോയിൻ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു മാർക്ക്. നെക്ക് കഴിഞ്ഞു. അടുത്ത് നമുക്ക് നമ്മളുടെ ഡാർട്ടാണ്. ഡാർട്ട് വെക്കാനായിട്ട് ഇവിടുന്ന് നമ്മുടെ നെക്കിൻ്റെ അവിടെ ഇത് വെച്ചിട്ട് എനിക്കിപ്പം 13.5 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ തുണി തികയത്തില്ല. ഞാൻ അപ്പം ഇവിടെ 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുവാണേ. ഈ ലൈനാണ് 13.5 ഇഞ്ച്. അതേപോലെ 11 ഇഞ്ചാണ് എൻ്റെ അപ്പെക്സ് പോയിൻ്റ്. അവിടെ ഒരു മാർക്ക് കൊടുത്തു. മിഡിൽ ബസ്റ്റ് എവിടെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. മിഡിൽ അപ്പെക്സ് സെൻറ്റർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ ബസ്റ്റ് മെഷർമെൻറ്റ്, അതായത് എനിക്ക് 40/4 ആണെങ്കിൽ 40/4 4 ഇഞ്ച് മൈനസ് 4 ഇഞ്ചാണ്. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഇത് തുണി പിടിക്കാനൊന്നും തയ്ക്കാനുള്ള തുണി എക്സ്ട്രാ ഒന്നും നമ്മൾ വിടുന്നില്ല. ഹുക്ക് അരിപ്പെട്ടിയൊക്കെ വെക്കാനുള്ള തുണി എക്സ്ട്രാ വിടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ 4 അങ്ങനെ ഞാൻ വെക്കുവാണേ. ഇവിടുന്ന് 4 ഇഞ്ച്. ഇതാണ് നമ്മുടെ പോയിൻ്റ്. മനസ്സിലായോ? ഇവിടുന്നും 4 ഇഞ്ച് എടുക്കണം. ഇതാണ് നമ്മുടെ ലൈന്. ഞാൻ ഇവിടെ ഒരു തുണി അങ്ങോട്ട് കട്ട് ചെയ്ത് വെക്കാമേ. ഇവിടുന്നും 4 ഇഞ്ച്, ഇവിടുന്നും 4 ഇഞ്ച്. ഇതാണ് നമ്മളുടെ സെൻറ്റർ ഡാർട്ടിൻ്റെ കറക്റ്റാണ് പൊസിഷൻ. അപ്പം പിന്നെ നമ്മൾ 3 ഇഞ്ച് ഡാർട്ടാണ് വെക്കുന്നത്. അപ്പം ഇവിടുന്ന് 1.5 ഇഞ്ച്, ഇവിടുന്ന് 1.5 ഇഞ്ച്. ഇവിടുന്ന് ഞാൻ മേളിലോട്ട് 1.5 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. ഇതിൻ്റെ ഷേപ്പിന് വേണ്ടി 1.5 ഇഞ്ച്. ഇവിടെ അപ്പം 2 ഇഞ്ച്. ഇവിടെ എത്ര കൊടുത്തോ അതിനെക്കാട്ടിലും 1/2 ഇഞ്ച് കൂടുതൽ ഇവിടെ. നമുക്ക് ഇപ്പം ഇതിനെ രണ്ടും കൂടെ അങ്ങ് മാർക്ക് ചെയ്യാം.
അതേപോലെ ഇവിടെ നമ്മുടെ ആം ഹോള് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 1/2 ഇഞ്ച് താഴോട്ട് ഇതാ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ഇവിടുന്ന് നമ്മൾ ഈ വരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടിങ്ങി വരും. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കമ്പനി എന്നൊക്കെ ചോദിച്ചു. ഇതിൻ്റെ പേര് ഒത്തിരി നാളായത്, വാങ്ങിയിട്ട് വർഷങ്ങളാക്കി. ജിൻജിയാൻ 11 ഇഞ്ചിൻ്റെ സിസറാണിത്. ഇത് എന്നോട് ആദ്യം തന്നെ ചോദിച്ചായിരുന്നു, ഞാൻ മറന്നുപോയത് പറയാൻ. വീണ്ടും ഇപ്പോൾ ഓർമ്മ വന്നതാണ്. മിഷൻ സിസർ നന്നായിട്ട് കട്ട് ചെയ്തപ്പം ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അതേപോലെ ഇതിൻ്റെ സെൻറ്റർ നമ്മൾ നോക്കണം. ഇത് ഞാനിപ്പോൾ 5 ഇഞ്ചാണ് വെച്ചേക്കുന്നത്. 2.5 ഇഞ്ച്, ഒരു 3 ഇഞ്ചിൽ നമ്മൾ ഇവിടോട്ട് ടക്ക് പിടിക്കുക. 2.25 ഇഞ്ച് നീളത്തിൽ ടക്ക്. ഇവിടുന്ന് അതേപോലെ ഇവിടുന്ന് ഒരു 1.5 to 2 ഇഞ്ച്, ഞാൻ 2 ഇഞ്ച് കൊടുക്കും എൻ്റെ ബ്ലൗസുകൾക്ക്. എനിക്ക് ഒത്തിരി ഷാർപ്പായിട്ട് ഇഷ്ടമില്ല, അതുകൊണ്ട് 2 ഇഞ്ച് കൊടുക്കും. ഇതാണ് നമ്മളുടെ ടക്ക്. കൊടുക്കുമേ. നമ്മളുടെ ബാക്ക് തയ്ച്ചതിൻ്റെ വെട്ടിയതിൻ്റെ ബാക്കി തുണിയാണ് ഇത്, ബാക്ക് പീസിൻ്റെ ബാക്കി. ഇവിടുന്ന് നമ്മളിപ്പം നമ്മുടെ ബെൽറ്റ് പീസ് എടുക്കും. ബെൽറ്റ് പീസ് എടുക്കാനായിട്ട് ആദ്യം ഇതാണ് നമുക്ക് വേണ്ടത്. ഇതാ ഇതിങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഇതും അതിൻ്റെ അനുസരിച്ച് ഇതാ കറക്റ്റായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കണം. ഇപ്പോൾ ഇതിലുള്ളത് 2.5 ഇഞ്ചാണ്, 2.25 ഇഞ്ച്. അതേപോലെ ഇതും ഇങ്ങനെ വെച്ച് നോക്കണം. അപ്പോൾ ഇവിടെ ഉള്ളത് എത്രയാണെന്ന് നോക്കണം. ഇവിടെ 2.5, 2.25, 2.5. അപ്പോൾ ഇവിടെ 1 ഇഞ്ച് കൂടുതൽ വേണം, 3.5. ഇവിടെ 3.25. അതാണ് നമ്മളുടെ ഇതിൻ്റെ വിഡ്ത്ത്. 3.5, 3.25. നമ്മൾ ബാക്ക് പീസിൻ്റെ ബാക്കിൽ ചെസ്റ്റ് മെഷർമെൻ്റ് എടുത്തത് 10.5 ഇഞ്ചാണ്. ആ 10.5 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ നീളം എടുക്കണം. ഇതിൽ ഇപ്പം നമുക്ക് ഇതിൻ്റെ ടക്ക് പിടിക്കാനായിട്ട് നമ്മൾ ഇത് എടുത്തിട്ട് ഇതാ ഈ അളവുണ്ടല്ലോ, ഇവിടുന്ന് വരുന്ന അളവ് 3 ഇഞ്ച്. 3 ഇഞ്ചാണ് ഈ ഫസ്റ്റ് ഈ നോച്ച് വരെയുള്ള ദൂരം. ആ 3 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 1/2 to 3/4 ഇഞ്ച് താഴോട്ട് ഇറക്കുക. എന്നിട്ട് ഈ താഴെ നിന്ന് ഇതാണ് ബെൽറ്റ്. ഇതിൻ്റെ ഫ്രണ്ട് പീസ് ഇതാണ്. ഇവിടെ ഒരു നോച്ച് കൊടുത്തേക്കണം. അതേപോലെ ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇടാം. അപ്പോൾ ഇടുമ്പോൾ നമുക്കിതൊരു കറക്റ്റായിട്ട് ചുരുങ്ങാതെ നീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഷേപ്പ് കൊടുക്കുന്നത്. അതേപോലെ ഇവിടെയും ഒരു ഇച്ചിരി ഇങ്ങനെ ചരിച്ച് കൊടുക്കണം. ഇതാണ് ബെൽറ്റ്. വെട്ടുന്നത് മനസ്സിലായോ? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ്, അതായത് ഈ പീസ് ഇതേ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യാനുള്ള തുണിയാണ് നമുക്ക് വേണ്ടുന്നത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് തയ്ക്കാനായിട്ട് ഇവിടെയും ജോയിൻ ചെയ്യണം, താഴെ നമുക്ക് ഫിനിഷിങ് സ്റ്റിച്ച് വരണം, തയ്ക്കാനായിട്ട് 1 ഇഞ്ച്. ഇതാണ് നമ്മളുടെ കഴിഞ്ഞു. ഈ ബെൽറ്റ് കാണിക്കാനായിട്ട് മെയിനായിട്ട് ഞാനിപ്പോൾ തുണി കട്ട് ചെയ്തത്. ഇതാണ് ഞാൻ ബ്ലൗസ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന തുണി. ഇത് തയ്ച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ബ്ലൗസ് ഇട്ട് കാണിക്കാമേ. അപ്പോൾ ബ്ലൗസിൻ്റെ കട്ടിങ് എല്ലാവരും കണ്ടല്ലോ. നീറ്റായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് തയ്ച്ച് അടുത്ത വീഡിയോയിൽ ഇട്ട് കാണിക്കാം. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ നമ്മളുടെ ബാക്ക് പാക്ക് ബ്ലൗസ് ആയിരിക്കും. ബാക്ക് പാക്ക് ബ്ലൗസിൻ്റെ പേരാണ് ബാക്ക് പാക്ക് ബ്ലൗസ്. ഫുൾ അല്ലെങ്കിൽ ഫുൾ ഷോൾഡർ ബ്ലൗസ്, ഇല്ലെങ്കിൽ ചോളി ബ്ലൗസ്. അതായിരിക്കും അടുത്ത വീഡിയോ നമ്മൾ വരുന്നത്. അത് ഒത്തിരി നമ്മൾ കണ്ട് നോക്കി ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു ബ്ലൗസാണ്. പിന്നെ ഫുൾ ഷോൾഡർ ബ്ലൗസ് തയ്ക്കുമ്പോൾ ബാക്കിൽ ഒരളവായിരിക്കും, ഫ്രണ്ടിൽ വേറെ അളവായിരിക്കും. അത് പ്രത്യേകം നോട്ടീസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ബ്ലൗസാണ്. അപ്പം അടുത്ത ഒരു നല്ല ബ്ലൗസിൻ്റെ കട്ടിങ്ങുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ, സി യു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റാണ്
ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതും അത് വെച്ചാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത്. ഇന്ന് എഴുതി വെക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇന്ന് അധികം കമൻസ് ഞാൻ പറയാതിരുന്നത്. എനിക്ക് ഇന്ന് ഇച്ചിരി ബിസി ആയിരുന്നുകൊണ്ട് എഴുതി വെക്കാൻ സമയം കിട്ടിയില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഇപ്പോഴുള്ള വന്നിരിക്കുന്ന കമൻ്റ് എല്ലാം എഴുതി വെച്ച് ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ.